ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളാരും ഇതുവരെ കഴിക്കാൻ സാധ്യതയില്ലാത്ത ഒരു അടിപൊളി 4 മണി പലഹാരമായിട്ടാണ്. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ഉരുളൻകിഴങ്ങും പിന്നെ ഒരു കൊച്ചു സൂത്രം കൂടെ നമ്മളിതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല എരിയൻ 4 മണി പലഹാരമാണ്. നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗൾ എടുക്കുക. ഇതിനകത്തോട്ട് 2 ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയത് ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ഒന്നില്ലെങ്കിൽ അത് നമുക്ക് ഉടച്ച് ചേർക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഗ്രേറ്ററിലൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഗ്രേറ്ററിലൊന്ന് ഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാം ഒരുപോലെ തന്നെ കിട്ടും. അതായത് ചില കട്ടകൾ അവിടെ കെടുക്കൂ ഇവിടെ കെടുക്കൂ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. കണ്ടോ, എല്ലാം ഒരുപോലെ തന്നെ നമുക്ക് നല്ല ഫൈനായിട്ട് തന്നെ കിട്ടും. അപ്പോൾ അതാ ഞാൻ എല്ലാം ഈ 2 ഉരുളൻകിഴങ്ങും ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഉരുളൻകിഴങ്ങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു രീതിക്ക് നല്ല നൂല് പോലെയൊക്കെ കെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ ആദ്യം ചേർക്കുന്നത് ഞാൻ ഒരു 1/2 സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4 ടേബിൾ സ്പൂണോളം വരുന്ന സവോളയാണ്. പിന്നെ ചേർക്കുന്നത് പച്ചമുളക്, അത് ഒരെണ്ണം ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്കിത് കുരുമുളക് പൊടിയായിട്ട് വേറെ ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചി, അത് ചെറുതായിട്ട് അരിഞ്ഞതാണ്. വെളുത്തുള്ളി ചേർക്കേണ്ട, ഇഞ്ചി മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്കൊരു 1/4 ടീസ്പൂണോളം കശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. പിന്നെ 2 നുള്ള് ജീരകം, അത് ഉരുളൻകിഴങ്ങൊക്കെ ഉള്ളത് കൊണ്ടാണ് ജീരകം ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ ഈ പറഞ്ഞ പോലെ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ല ഉണ്ടെങ്കിൽ അത് ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. പിന്നെ ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിനൊരു ചെറിയൊരു കോട്ടിംഗ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയാണ് ചേർക്കുന്നത്. അത് വറുത്തതോ വറുക്കാത്തതോ എങ്ങനെയാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇനി ചെയ്യാനുള്ളത് നമ്മുടെ കൈ വെച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് മല്ലിയില ചേർക്കണമായിരുന്നു, പക്ഷെ മല്ലിയില ചേർക്കാൻ ഞാൻ ഇപ്പോൾ വിട്ടുപോയി, പിന്നീടാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. ഞാൻ ഓർത്തപ്പോഴാണ് അത് ചേർത്തത്. അപ്പോൾ എന്താണെങ്കിലും ഇതൊന്ന് കൈ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. പിന്നെ ഇതിനകത്ത് ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. ഉരുളൻകിഴങ്ങിനകത്ത് തന്നെ ആവശ്യത്തിനുള്ള വെള്ളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വെള്ളം ചേർത്ത് അത് കുഴച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാൻ ഓർത്തത് മല്ലിയില ചേർത്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ അല്പം മല്ലിയില ചേർക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കറിവേപ്പിലൊക്കെ ആണെങ്കിലും ചേർക്കാം. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പിനകത്തോട്ട് ഇത് മാറ്റാന്നുള്ളതാണ്. ഞാനിത് ഇങ്ങനെ കയ്യിലൊന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പിരിക്കുക, അല്ലെങ്കിൽ നമ്മളൊന്ന് തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു ഷേപ്പിനകത്തോട്ടാണ് ഞാൻ എടുക്കുന്നത്. എപ്പോഴും നമ്മൾ സാധാരണ ഈ ഒരു പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പം റൗണ്ട് ഷേപ്പിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയല്ലോ ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഇന്ന് ഓർത്തു ഇന്ന് ഈ ഒരു ഷേപ്പിൽ നമുക്കൊന്ന് ഉണ്ടാക്കി കളയാമെന്ന്. അപ്പോൾ ഇതാണ് ഞാൻ എടുക്കുന്ന ഷേപ്പ്. ഇനി ഇതൊരു പ്ലേറ്റിനകത്തോട്ട് മാറ്റി ബാക്കിയുള്ള മാവും കൂടെ നമുക്ക് ഈ ഒരു ഷേപ്പിനകത്തോട്ട് മാറ്റിയെടുക്കണം. അങ്ങനെ ഞാൻ ഈ ഒരു ഷേപ്പിൽ ഇത്രയുമാണ് നമുക്ക് ആ ഒരു 2 ഉരുളൻകിഴങ്ങിന്ന് കിട്ടിയിട്ടുള്ളത്. ഇത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അത് ഈ ഒരു ഷേപ്പ് ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ അധികം തോന്നാത്തത്. നല്ല ഫില്ലിംഗ് ആണ്. ഇത് 1-2 കഴിച്ചാൽ മതിയാവും. ഇനിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്. അതെന്ന് പറയുന്നത് നമ്മുടെ നൂഡിൽസ് ആണ്. ഞാനിപ്പോൾ ഇവിടെ മാഗി നൂഡിൽസ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് നൂഡിൽസ് വേണമെങ്കിലും ഇതിനു വേണ്ടി ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് പാക്കറ്റ് തുറക്കുന്നതിന് മുൻപ് ആ നൂഡിൽസ് ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഞെക്കി അതൊന്ന് പൊടിച്ചെടുക്കണം. ഒത്തിരി ഫൈൻ പൗഡർ ആവണ്ട, ജസ്റ്റ് അതിലത്തെ ഇങ്ങനെ പിരിഞ്ഞു കിടക്കുന്നതൊക്കെ ഒന്ന് നമ്മളൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. ഇനി ചെയ്യാനുള്ളത് ഇതൊരു ബൗളിനകത്തോട്ട് നമുക്ക് മാറ്റിയിടാം. ഇതിനകത്തുള്ള ഒരു മസാല നമുക്ക് ഉപയോഗിക്കണം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, പക്ഷേ ഉപയോഗിച്ചാൽ നല്ലതാണ്. ഇനി ചിലവർക്ക് അതിൻ്റെ മസാല ഉപയോഗിക്കാത്തവരുണ്ട്. അങ്ങനെയുള്ളവർ അത് സ്കിപ്പ് ചെയ്യുക. അപ്പോൾ ഞാനിതൊരു ബൗളിനകത്തോട്ട് ഈ ഒരു രീതിക്കാണ് കണ്ടോ നമ്മുടെ നൂഡിൽസ് ഇരിക്കുന്നത്. അപ്പോൾ അതിന് മുൻപ് ഈ മസാല ഞാനൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അത് നമുക്ക് പിന്നീട് ചേർക്കാം. ഇനി ചില നൂഡിൽസ് ഇതുപോലെ അങ്ങ് ഒത്തിരി വലിപ്പത്തിലൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് കയ്യിലെടുത്ത് ഒന്ന് ചെറുതായിട്ട് ഒടിച്ച് കൊടുത്ത് എത്രത്തോളം നമുക്ക് ചെറുതാക്കാൻ പറ്റുന്നോ അത്രയും ചെറുതാക്കുക. പക്ഷെ ഇതിന് വേണ്ടി മിക്സിയിൽ അടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ വളരെ ഫൈൻ പൗഡറായി പോകും. അങ്ങനെ നമ്മുടെ നൂഡിൽസിൻ്റെ ഈ ഒരു സംഭവം ഇവിടെ റെഡിയാണ്. അത് മാറ്റി വയ്ക്കുക. ഇനി ഒരു ബൗൾ എടുക്കുക. അതിനകത്തോട്ട് ഞാനൊരു 1/4 കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം നമുക്കിതൊന്ന് മുക്കി പൊരിക്കാനുള്ള ഒരു ബാറ്ററാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ഒരു മാറ്റി വെച്ചിട്ട്
വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു നൂഡിൽസിൻ്റെ മസാല അതും ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ നൂഡിൽസ് മസാല ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഇതിന് പകരം അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ ഒരു 1/4 ടീസ്പൂൺ, ജസ്റ്റ് ഒരു നിറമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ബാറ്ററിന്. ഇനി നമുക്കൊരു സ്പൂൺ വെച്ച് നന്നായി മിക്സ് ചെയ്യാം. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ബാറ്റർ നമ്മൾ മുക്കി പൊരിക്കാനൊക്കെ എടുക്കുന്ന ഒരു ബാറ്റർ ഉണ്ടല്ലോ, ആ ഒരു പരുവത്തിനോട്ട് കൊണ്ടുവരണം. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ എങ്ങനെയാണെന്ന് കാണിക്കാം. അങ്ങനെ ഈ ഒരു രീതിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒത്തിരി കട്ടിയായിട്ടും ഒത്തിരി ലൂസായിട്ടും അല്ല, ഒരു മീഡിയം രീതിയിലുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി ഇതൊന്നും ചെയ്യാനില്ല. നമ്മൾ ഉരുട്ടിയൊക്കെ വെച്ചിരിക്കുന്ന ഈ ഒരു പൊട്ടറ്റോയുടെ കൂട്ട് നമ്മൾ എടുക്കുക, ഈ ഒരു മാവിലൊന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് ഈ നൂഡിൽസിലാണ് നമ്മളതൊന്ന് പുരട്ടിയെടുക്കുന്നത്. സാധാരണ ബ്രെഡ് ക്രംസിലാണ് നമ്മൾ ചെയ്യുക. ആ ബ്രെഡ് ക്രംസിന് പകരം നമ്മൾ നൂഡിൽസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വറുത്തെടുക്കാനായിട്ടുള്ള എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി എണ്ണ ചൂടായതിന് ശേഷം നമുക്കിത് നമ്മുടെ ഈ ഒരു സംഭവം ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ആദ്യം ഞാനിത് ഈ ഒരു മസാലയിൽ അല്ലെങ്കിൽ ഈ ഒരു ബാറ്ററിൽ ഒന്ന് മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു നൂഡിൽസ് ഉണ്ടല്ലോ അതിനകത്തൊന്ന് മുക്കിയെടുക്കാം. നമുക്കറിയാം നൂഡിൽസ് നമ്മൾ എത്ര ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇച്ചിരി ഒന്ന് പച്ചയ്ക്ക് നമ്മൾ ടേസ്റ്റ് ചെയ്ത് കഴിക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് വറുത്ത് കഴിക്കുമ്പോഴത്തേക്കും എക്സ്ട്രാ രുചിയാണ് കേട്ടോ. നിങ്ങൾ ഒരു തവണ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഈ ഒരു സ്നാക്ക്. കാരണം ഇതിൻ്റെ പുറമേയൊക്കെ അടിപൊളി ക്രിസ്പി ആയിട്ട് ഇരിക്കും. അതൊക്കെ ആണെങ്കിലും നമുക്കറിയാം ഉരുളൻകിഴങ്ങാണ്. ഉരുളൻകിഴങ്ങും മസാലയും അതിൻ്റെ ഒരു നല്ല എരിയൻ ടേസ്റ്റും ഒക്കെ സൂപ്പറാണ് കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു മസാലപ്പൊടി ചേർത്തത് കൊണ്ട് തന്നെ ആ ഒരു നമ്മുടെ ബാറ്ററിനും നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി ഞാൻ ഇതിനകത്തോട്ട് ഈ പറഞ്ഞ പോലെ പാത്രത്തിൻ്റെ വലിപ്പൊക്കെ അനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ഒത്തിരി അങ്ങ് തിക്കി നിറച്ചിടുന്നില്ല, ഇതൊന്ന് ക്ലിയർ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി വേറെ ഒന്നുമില്ല, ഈ ഒരു സംഭവം ഇട്ടതിന് ശേഷം തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് 4 ഭാഗത്തും നമുക്കൊന്ന് സമയം എടുത്തിട്ട് തന്നെ ഇതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഞാൻ ഒത്തിരി മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള എണ്ണ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിച്ചും മറിച്ചൊക്കെ നന്നായി ഇട്ട് കൊടുത്ത് ഇതിൻ്റെ കളർ ഒരു നല്ലൊരു ബ്രൗൺ കളറൊക്കെ അല്ലെങ്കിൽ ഒരു ഗോൾഡൻ കളറൊക്കെ ആയിട്ട് മാറും. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. പെട്ടെന്ന് നമുക്കിത് കാണുമ്പോൾ KFC ചിക്കൻ്റെ ഒക്കെ പോലെ തോന്നും. ആ ഒരു ലുക്കൊക്കെയാണ് ഇതിനുള്ളത്. പക്ഷെ നല്ലൊരു ടേസ്റ്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങൾ എന്നോട് ചോദിക്കുമായിരുന്നു ഇത് KFC ചിക്കൻ ആണോ അമ്മ എന്നാണ് എന്നോട് ആദ്യം ചോദിച്ചത്. അപ്പം ആ ഒരു ലുക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് വറുത്ത് കോരി നമ്മുടെ പാത്രത്തിലോട്ട് സെർവിങ് പ്ലേറ്റിനകത്തോട്ട് ഇടുക. പിന്നെ എപ്പോഴും ഈ ഒരു വറുത്ത എണ്ണകളൊക്കെ നമ്മൾ കോരി ഇടുമ്പം എടുക്കുന്ന പാത്രത്തിൽ ഒരു ടിഷ്യൂ പേപ്പർ ഒരു കിച്ചൺ ടവലൊക്കെ ഇട്ടാൽ നന്നായിരിക്കും. അപ്പം ഈ എണ്ണയൊക്കെ ഒന്ന് കുടിക്കാനും അത്രയും എണ്ണയല്ലേ നമ്മുടെ വയറ്റിനകത്ത് ചെല്ലത്തുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ബാച്ചും കൂടി ഇട്ട് ഞാൻ ബാക്കിയുള്ളതും കൂടെ ഒന്ന് വറുത്ത് കോരുന്നുണ്ട്. അങ്ങനെ നല്ല ചൂടൻ നല്ല എരിയനായിട്ടുള്ള നമ്മുടെ ഒരു 4 മണി പലഹാരം ഇവിടെ റെഡിയാണ്. പുറമേ നല്ല ക്രിസ്പിയും അകമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സൂപ്പർ 4 മണി പലഹാരമാണ്. നല്ല ചൂട് കട്ടൻ ചായക്കും അപ്പോൾ ഇതൊന്നും മതി, അത്രയും രുചിയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ അകമൊക്കെ എങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളത് കാണിക്കണ്ടേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരെണ്ണം ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകമൊക്കെ ആണെങ്കിലും നല്ല സോഫ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇനി നിങ്ങൾക്ക് മുട്ടയൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഉരുളൻകിഴങ്ങ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത പോലെ തന്നെ അതിനകത്തോട്ട് അല്പം മുട്ടയും കൂടെ ഗ്രേറ്റ് ചെയ്തിടുവാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആട്ടോ. അത് പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.